إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 266 അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ആയത്താണിതും. അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുമോ അൻ തകൂന ലഹു, അവനുണ്ടാകുക എന്നത് ജന്നത്തുൻ, തോട്ടം, മിൻ നഖീലിൻ, ഈന്തപ്പനയുടെ തോട്ടം, വഅനാബിൻ, മുന്തിരിയുടെ തോട്ടവും, തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകുന്നു, ലഹു, അവനെ കൊണ്ട്, ഫീഹാ, ആ തോട്ടത്തിൽ, മിൻ കുല്ലി സമറാത്തിൻ, എല്ലാ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങളുമുണ്ട്. അങ്ങനെയുള്ളൊരു തോട്ടം ഉണ്ടാകുവാൻ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. വഅസാബഹുൽ കിബർ, അങ്ങനെ ആ തോട്ടം ഉടമക്ക് വാർദ്ധക്യമായി, വലുഹവനെ കൊണ്ട് ദുര്രിയത്തുൻ, അവന് സന്താനങ്ങളുണ്ട്, ദുർബലരായ സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളായ സന്താനങ്ങളുണ്ട്, പ്രാപ്തരല്ലാത്ത ചെറിയ കുട്ടികളായ സന്താനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. അപ്പോൾ അതിനെ ബാധിച്ചു, ആ തോട്ടത്തിനെ ബാധിച്ചു. ഒരു കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് ബാധിച്ചു. ഫീഹി, ആ കാറ്റിലുണ്ട്, നാറും, തീ, അങ്ങനെയുള്ളൊരു കടുത്ത തീക്കാറ്റാണ് ബാധിച്ചത് ആ തോട്ടത്തിന്. ഫഹ്തറക്കത്ത്, അപ്പോൾ ആ തോട്ടം കരിഞ്ഞുപോയി. കദാലിക, അപ്രകാരമാണ്. യുബയ്യിനുല്ലാഹു, അല്ലാഹു വിശദീകരിക്കുന്നതിലക്കും നിങ്ങൾക്ക്, ആയാതി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു വിശദീകരണമുണ്ട്. ഒരു ധനികനായ വ്യക്തി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ പിശാചിന്റെ പ്രേരണയാൽ അള്ളാഹുവിന്റെ മാർഗത്തിലും തെറ്റി സഞ്ചരിച്ചപ്പോൾ അയാൾക്ക് സംഭവിച്ച ഒരു കൊടിയ നഷ്ടമാണ് ഈ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിശദീകരണമുണ്ട്. എന്തുതന്നെയായാലും ഇത് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും എല്ലാ കാലത്തും ബാധകമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രൂപത്തിൽ പലതരത്തിലുള്ള ധനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, പലതരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ കൃത്യമായി അതിന്റെ വരുമാനം എടുക്കാനാകുന്ന സമയത്ത് അതിന്റെ വരുമാനം അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് വാർദ്ധക്യത്തിൽ ദുർബലരായ സന്താനങ്ങളുടെ സമയത്താണ് ആ തോട്ടത്തിന്റെ എല്ലാത്തരം ഉപജീവനങ്ങളും അയാൾക്ക് ആവശ്യം. ആ ആവശ്യമുള്ള സമയത്ത് ഒരു കൊടുങ്കാറ്റ് വന്നുകൊണ്ട് ആ തോട്ടം നശിപ്പിക്കുകയാണ്. ഇതാണ് അവസ്ഥ. നാളെ മഹ്ശറിൽ നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ബാത്തിലാക്കുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ, ഐഹിക ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നാളെ മഹ്ശറിലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കരിച്ചു കളയും ഇതുപോലെ എന്നുള്ള ഒരു സന്ദേശമാണ്, ഉത്തമ സന്ദേശമാണ് നൽകുന്നത്. അൽഹംദുലില്ലാഹ്.